80ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തി. ജില്ലകളിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചു. വികസിത് ഭാരതിനായി സപ്തധാര പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി. ഊർജ പ്രതിസന്ധി മറികടക്കാൻ ആണവോർജം സാധ്യതയാക്കുന്നു. 100 ജിഗാവാട്ട് പദ്ധതിക്ക് തുടക്കമിടുന്നു. സെമി കണ്ടക്ടർ ഉൽപാദനം ഇരട്ടിയാക്കും. ജൻസികൾക്ക് ഹസ്തദാനം ചെയ്ത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി. വിവാദം ഒഴിവാക്കാൻ ജാഗ്രത കാട്ടി സർക്കാർ. ആഘോഷങ്ങളിൽ വന്ദേമാതരം ആലപിച്ചില്ല. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾ. ഒരേ സമയം ദേശീയ ഗാനവും വന്ദേമാതരവും ആലപിച്ചു. ദേശീയഗാനത്തിനിടെ വന്ദേമാതരം ആലപിച്ച് BJP അംഗങ്ങൾ. വനം വകുപ്പ് ആസ്ഥാനത്തും പൂർണ്ണ ആലാപനം. AICC ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. തടയാൻ ശ്രമിച്ച് സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും. ആലാപനത്തിൽ വിവാദമില്ലെന്ന് ജയറാം രമേശ്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിലും കർണാടകയിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരായ GST ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം. GST വകുപ്പ് SIT രൂപീകരിച്ചു. EDയും പ്രാഥമിക അന്വേഷണം തുടങ്ങി. പുറത്തുവിട്ട ആരോപണങ്ങളിൽ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച ആന്റോ അഗസ്റ്റിൻ. ഇടുക്കി എഴുകുംവയലിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ മകൻ ലഹരിക്കടിമയെന്ന് പോലീസ്. പ്രതി അജീഷിന്റെ മൊഴിയിൽ വൈരുദ്ധ്യം. പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. CJPയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വീണ്ടും വെട്ടി. സ്വാതന്ത്ര്യദിനത്തിൽ തങ്ങളുടെ ശബ്ദം അടിച്ചമർത്താനാണ് ശ്രമമെന്ന് അഭിജിത്ത് ദീപ് കെ. ചേർത്തല തിരോധാന കേസിൽ വൻ ഗൂഢാലോചന നടന്നതിന് തെളിവ്. ബിന്ദു പത്മനാഭന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ചു. മരണപ്പെട്ട ബിന്ദു ജീവിച്ചിരിക്കുന്നുവെന്ന് കാട്ടി സമൻസ് അയച്ചു. കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം. ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് തിരിക്കാൻ ഒരുങ്ങുന്നവരോട് തീവെട്ടിക്കൊള്ള. സ്വകാര്യ ബസ്സുകളും വിമാന കമ്പനികളും നിരക്കുകൾ കുത്തനെ കൂട്ടി. വിമാന നിരക്കിൽ 50% വരെ വർധനവ്. ട്രെയിനുകളിൽ മാസങ്ങൾക്ക് മുൻപേ ടിക്കറ്റുകൾ തീർന്നു. USS അബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ തള്ളി ട്രംപ്. വിന്യാസം നീണ്ടതായിരുന്നില്ലെന്നും ട്രംപ്. സൈനികരുടെ ബന്ധുക്കൾക്ക് ആശങ്ക ഇല്ല എന്നും അവകാശവാദം. ലിങ്കൺ ഉടൻ തന്നെ ആ മേഖലയിൽ നിന്ന് മാറുമെന്നും പകരം സമാനമായ മറ്റൊരു കപ്പൽ അവിടെ എത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്.